ഹലോ എവ്രിവൺ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലക് പനീറാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്തു. ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പനീർ എടുത്തിരിക്കുന്നത് അതാ ഫുൾ സൈസ് അങ്ങനെ തന്നെ ഞാനിന്ന് ഇടാണ്. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് അത് ശരിയാക്കി എടുക്കുക. അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ പാലക് ചീര, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീരയാണ്. അപ്പോൾ ആ ചീര ഞാൻ അങ്ങനെ തന്നെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് തളർന്ന് വരണം. ഒന്ന് പച്ചപ്പൊക്കെ മാറി ഒന്ന് തളർന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അത് കോരി ഒന്ന് വെള്ളം മാറാൻ വേണ്ടി ഒന്ന് വെക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ എരിവിനുള്ള മിക്സ് ഉണ്ടാക്കുകയാണ്. ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഞാൻ സവോള ഇട്ടു. സവോള ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ഇഞ്ചി, ഇതൊക്കെ ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇടുന്നത്, കാരണം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ വെളുത്തുള്ളി ഇട്ടു. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ അങ്ങ് ഇടുകയാണ്. അപ്പം ആ ഉപ്പ് അങ്ങ് ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണത് നല്ല രീതിയിൽ. പച്ചമുളക് ഇട്ടു. അതുപോലെ തക്കാളി ഒരു മീഡിയം സൈസ് ഇട്ടു. അപ്പം ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ്, അതായത് നമുക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചില്ലി പൗഡർ, പിന്നെ കറി മസാല, പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ പനീറൊന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട്. എന്നിട്ട് ഞാനിതിന് പച്ചമണം മാറിക്കഴിയുമ്പം നമുക്ക് ഗ്യാസ് അണച്ചതൊന്ന് ആറാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ പാലക് ചീര, വെള്ളം പോകാൻ വേണ്ടി വെച്ച പാലക് ചീര, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സും കൂടെ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്രേവി പരുവാകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു ഗ്രേവി പരുവാകുന്നവരെ ഞാൻ വെച്ചു. എന്നിട്ട് വേറൊരു പാനിൽ ഒരല്പം ബട്ടർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഇപ്പം നമ്മൾ അരച്ചെടുത്തേച്ച ആ ഒരു ഗ്രേവി അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതൊന്ന് തിളച്ച് വയ്ക്കുക. എന്നിട്ട് ആ തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പനീർ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറി ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. അപ്പം ഞാനിതിപ്പോൾ രാത്രി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നമുക്ക്. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് രാത്രി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലക് പനീറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.